ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ പ്രവേശിക്കുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഈ മണ്ണിന്റെ പരിശുദ്ധിക്ക് ഒരു വിധത്തിലുള്ള കളങ്കവും ഉണ്ടാക്കാതെ തന്നെ പോകണം. അത് നമ്മളൊരു അപേക്ഷ മാത്രമാണ്. ഇനി അങ്ങനെയല്ല പോകുന്നതെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് പ്രത്യേകമായിട്ട് എല്ലാവരും ഓർക്കേണ്ടതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽസ്പർശമേറ്റ പുണ്യപുരാതനമായ ഒരു ഹിഡൻ സ്ഥലത്താണുള്ളത്. ഹിഡൻ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഇവിടെ നാട്ടുകാർക്ക് അറിയുമെങ്കിലും പുറം ലോകത്തൊക്കെ അറിയില്ല. അപ്പൊ നമ്മളാണ് ഈ സ്ഥലം ആദ്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഫുൾ വീഡിയോ ആണ്, ഇതിന്റെ സെക്കൻഡ് പാർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ അതും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് വേണം. നമുക്ക് സ്ഥലം കണ്ടോളാം. പിന്നെ ഇതിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകത പറയാൻ വിട്ടുപോയി. ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിഗ്രഹമോ അമ്പലമോ പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക ദിവസം, ആ പ്രത്യേക ദിവസം എന്താണെന്ന് വീഡിയോയിൽ ഫുള്ള് കാണുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഏറ്റവും കൂടുതൽ ഭക്തർ വന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽസ്പർശമേറ്റ് ഈ ഭൂമി തൊട്ട് വണങ്ങി തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ നമുക്ക് സ്ഥലം കണ്ടാലോ? ബാ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്പല കമ്മിറ്റി ഓഫീസാണ്. പുതിയതായിട്ട് വരാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം ഈ സ്ഥലത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിതി എന്ന് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ നിർമ്മിതി അല്ലെങ്കിൽ ആദ്യത്തെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് മറ്റേ എന്താണ് ആ സ്ഥലം കാണാം. വാ. ഈ സ്ഥലത്തെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ഡിലേ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ കുറച്ച് ഡിലേ ആയി പോയത്. അപ്പൊ നമ്മുടെ എന്താണ് സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെ നമ്മളോട് ക്ഷമിക്കുക. വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഇതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയുന്ന കുറച്ച് ആൾക്കാർ മാത്രം നമ്മൾ ചുറ്റുവട്ടത്തുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ മണ്ണിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ അറിയുള്ളൂ. അപ്പൊ നമുക്ക് സ്ഥലം കണ്ടാലോ? വാ വാ വാ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് അതിവിശുദ്ധമായ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും അതിന്റെ ഒരു മര്യാദ കാണിക്കണമല്ലോ. അപ്പൊ എല്ലാവരും ചെരുപ്പ് ഊരിയിട്ട് വേണം വരാൻ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാൻ വിട്ടുപോയി. ഇവിടെ എന്താണ് ആ ഒരു പ്രത്യേക ദിവസത്തെ അല്ലാതെ മറ്റൊരാളും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ മണ്ണിന്റെ പരിശുദ്ധിയാക്കാൻ നിങ്ങൾ എന്തായാലും ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പൊ ഇവിടെ വരുന്നവര് അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും. കാര്യം ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ പ്രവേശിക്കുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഈ മണ്ണിന്റെ പരിശുദ്ധിക്ക് ഒരു വിധത്തിലുള്ള കളങ്കവും ഉണ്ടാക്കാതെ തന്നെ പോകണം. അത് നമ്മളൊരു അപേക്ഷ മാത്രമാണ്. ഇനി അങ്ങനെയല്ല പോകുന്നതെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് പ്രത്യേകമായിട്ട് എല്ലാവരും ഓർക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് സ്ഥലം കാണാം. വാ. ഇതൊരു പഴയ മാവാണ്. കണ്ട വട്ടം പിടിച്ചെത്തൂല. കണ്ട ഇതിന്റെ ലൈറ്റ് കണ്ട. ഇതാ ഇവിടെ മേലെ കാണിച്ച മാവങ്ങിയൊക്കെ ഉണ്ട് കേട്ടാ. വിഷുവിന് പൂത്തായിരിക്കും അല്ലേ? ആയിരിക്കല്ലേ? എന്തായാലും വേണ്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. പെരിങ്ങോ നാട്ടിലുള്ളവർക്ക് എല്ലാവരും ഏകദേശം സ്ഥലം അറിയാം. അല്ലാത്തവർക്കൊന്നും അറിയും തോന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഒരു മാങ്ങ കിട്ടി, എടുത്താലോ? അപ്പൊ ഇതാണ് നമ്മളെ പറഞ്ഞ സ്ഥലം. അതിന്റെ ഉള്ളിലാണ് മറ്റേ എന്താണ് നമ്മുടെ വിഷുവിനല്ലല്ലോ, നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരാറുള്ളത്. അവിടെയാണ് ഭഗവാന്റെ വിഗ്രഹം ആ ഒരു പ്രത്യേക ദിവസം മാത്രം പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാനുള്ളതൊക്കെ കാണിക്കാം. പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ അല്ലാത്തത്. അപ്പം നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാം. ഒന്ന് കാണിച്ചോട്ടെ. ഇതാണ് നമ്മുടെ സ്ഥലം. ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളൊക്കെ ഉള്ള ഈ പ്രത്യേക സ്ഥലത്തേക്ക് നിങ്ങളെ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ വരുന്നവരെല്ലാവരും പ്രത്യേകമായിട്ട് ഒന്നും കൂടെ മറക്കരുത്. ഇവിടെ നിങ്ങളും ദൈവവും മാത്രമുള്ള ഒരു പ്രത്യേക സ്പോട്ട് അല്ലെങ്കിൽ പ്രത്യേക സമയമാണ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ മാത്രമല്ല ബാക്കിയുള്ളവരും വരണം എന്നുള്ളൊരു വിചാരത്തോടു കൂടി തന്നെ നിങ്ങൾ ഇവിടെ വരേണ്ട. കാലിന്റെ പാട് എവിടെ? ഇതല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇവിടെ പതിഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഇതിന്റെ താഴെ വരുന്ന കമന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളവർ എന്തായാലും ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. പിന്നെ ഇവിടെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്, ഒരു സ്പോട്ടും കൂടി ഉണ്ട്. ആ സ്പോട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഭഗവാനും മാത്രം എന്താണ് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ പ്രത്യേക സ്പോട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇതായിരിക്കും അല്ലേ? നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. കേരളത്തിൽ തന്നെ ഇതായിരിക്കും നിങ്ങളും ഭഗവാനും മാത്രമുള്ളത്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരാൾ വരുമ്പോൾ അവരുടെ പ്രൈവസിയും കൂടെ ബ്രേക്ക് ആവും. പിന്നെ ഈ സ്ഥലം ബ്ലോക്ക് ആവും. അത് മാത്രമല്ല ഇവിടെ ആൾക്കാരുടെ എല്ലാ പ്രൈവസി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആൾക്കാരുടെ എല്ലാവരുടെ ശ്രദ്ധയുള്ള സ്ഥലം തന്നെയാണ്. ആരും ഇത് എന്താണ് നിങ്ങൾക്ക് മോശമായിട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കാനോ പാടില്ല. മഷീട്ട് നോക്കിയാൽ ഇവിടെ മറ്റേ ഇത് കിട്ടൂല, ഒരു ബോട്ടിലോ പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റ്. ഈ സ്ഥലം അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ്. പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലായിക്കോട്ടെ ആരും ഇവിടെ ഒന്നും മോശമാക്കിയിട്ടില്ല. അവിടെ ഏതോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പ്ലാസ്റ്റിക് സാധനം കൊണ്ട് വന്നിട്ട് ഇവിടെ മോശമാക്കിയിട്ട് പോകരുത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ പരിശുദ്ധി ഇതുപോലെ തന്നെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്നവരോട് പ്രത്യേകിച്ചുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പ്ലാസ്റ്റിക്കിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ മണ്ണായിക്കോട്ടെ, ഇവിടുത്തെ എന്താണ് ക്ലീൻനെസ് ആയിക്കോട്ടെ. കണ്ടോ, നിങ്ങൾക്ക് താഴോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ സ്ഥലമൊക്കെ പുറത്തോട്ടുള്ളതും ഇവിടുത്തെ വ്യൂ നോക്കിയാൽ അറിയാം. ഇത് ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്നിട്ട് മിനിമം ഒരു അല്ലേ, കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി എപ്പോഴായിരുന്നു അപ്പൊ വന്ന് പോയതാണ്. എന്നിട്ടും ഈ സ്ഥലങ്ങളെല്ലാം ക്ലീനും നീറ്റും ആയിട്ട് ഇപ്പോഴും കാത്തുരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ വരുന്നവർ അതുപോലെ തന്നെ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയിലെ ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ ഞങ്ങളുടെ ഫോണിൽ കിട്ടിയതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കണ്ടിട്ട് പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ കാഴ്ചകൾ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ വേറൊരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സെക്കൻഡ് പാർട്ട് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ഹിസ്റ്ററി വെച്ചിട്ടുള്ള സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഒരാൾക്ക് നല്ല സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു മരപ്പത്താണ്. ഇതിൽ പാമ്പ് എഴുതാറ് വല്ല ഉണ്ടോ? കാണിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ. പണ്ട് ഭഗവാൻ പുല്ലാങ്കുഴൽ വായിച്ചു എന്ന് പറഞ്ഞ സ്ഥലം ഇതല്ലേ അല്ലേ? ആ സ്ഥലം ഇതാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രവും കൂടെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മുടെ ക്യാമറയുടെ പവർ വളരെ പരിമിതി ആയതുകൊണ്ട് പിന്നെ ഇവിടുന്ന് നേരിട്ട് നോക്കിയാൽ കാണില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കാടൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് വ്യൂ കിട്ടില്ല. പണ്ടൊക്കെ ആയിരുന്നു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കറക്റ്റ് വ്യൂ നമുക്ക് എന്താണ് DSLR സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു. നമുക്ക് അങ്ങനത്തെ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്താണ് നമ്മുടെ കൃഷ്ണന്റെ ക്ഷേത്രമുള്ളത്, ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമുള്ളത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യൂ കിട്ടുന്നതാണ്. ഭഗവാൻ പണ്ട് കാലികളെ മേയിച്ചത് അവിടെയല്ലേ അല്ലേ? ഓക്കെ, ഭഗവാൻ പണ്ട് കാലികളെ മേയിച്ച സ്ഥലം എന്ന് പറയുന്നത് അവിടെയായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഐതിഹ്യം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളോട് പറഞ്ഞവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മുടെ പരിമിതമായ അറിവുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇരുന്നിട്ടാണ് കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഇരുന്നിട്ടല്ലേ? അപ്പൊ ഇതാണ് ജിഷ്ണു പറഞ്ഞ സ്ഥലം, ഊടക്കുഴൽ പുല്ലാങ്കുഴൽ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇഷ്ട വാദ്യോപകരണം അല്ലേ എന്ന് പറയാം. അപ്പൊ ഇതാണ് സ്ഥലം. ഞാൻ എന്തായാലും അകത്തേക്ക് കയറുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ടോ അടുത്തേക്കോടാ, നല്ല കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. ഏകദേശം ഇവിടെ നിന്നാലാണ് നമുക്ക് എന്താണ് ശ്രീ മീൻകുളം അമ്പലം കാണാൻ വേണ്ടി പറ്റുമോ? ഒന്നുമില്ല, എൻ്റെ മുകളിൽ എൻ്റെ ഇതെല്ലാം ഉണ്ടായി. ഇടക്ക് ശരിക്കും കാണിച്ചു. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പലതും ഇതിൽ കാണാം. ഞങ്ങൾ എന്തായാലും അതെന്താന്ന് പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. ഇവിടുന്നാണ് മീൻകുളത്തേക്കുള്ള ഇത് കറക്റ്റ് നോക്കി ഇങ്ങനെ നോക്കിയാൽ കാണാം. പക്ഷെ ആ വ്യൂ ഫുള്ള് കവേർഡ് ആണ്, നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഡ്രോണും സെറ്റപ്പും കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ എന്താണ് DSLR തേങ്ങ വാങ്ങി ഒന്നും കയ്യിലില്ല. വെറും ഒരു സ്മാർട്ട് ഫോണും സെറ്റപ്പും കൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങി തിരിച്ചത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാടേ കാട്, ഇതിനകത്തുനിന്ന് ഒന്നും കാണൂല. ഒന്നാമത്തെ കാര്യം ഒരു ഡ്രോൺ പോലും പറപ്പിക്കാൻ പറ്റാത്ത സെറ്റപ്പാണ്. ഡ്രോൺ പറപ്പിക്കാൻ ഡ്രോൺ വേണം, അത് വേറെ കാര്യം. നമ്മുടെ കയ്യിലതില്ല. എന്നാലും ഇനി ഭാവിയിലെങ്ങാനും മേടിക്കാൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വരും. അങ്ങനെ വരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ അടിപൊളി സെറ്റപ്പ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഈ മണ്ണിന്റെ പരിശുദ്ധിയെ കാക്കുന്ന
ഇവിടുത്തെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഈ ഒരൊറ്റ സ്ഥലത്ത് നിങ്ങളുടെ ഒരാളുടെ ഒരൊറ്റ ഒരു മോശം പ്രവൃത്തി കൊണ്ട് പോലും നാളെ വരുന്ന ഒരു വിശ്വാസിക്ക്, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു വിശ്വാസിക്ക് എന്തായാലും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു വട്ടം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വരുന്നതിനൊക്കെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ഇവിടുത്തെ ഒരു മണ്ണ്, ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇതൊക്കെ നിങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് പോകേണ്ടതാണ്. പക്ഷെ ഒരിക്കലും ഈ മണ്ണിന്റെ പരിശുദ്ധിയെ തകർക്കുന്ന ഒരു കാര്യം പോലും നിങ്ങളുടെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള കിട്ടുന്ന ഏറ്റവും സ്വകാര്യമായിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സ് തുറന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സ് തുറന്ന് ചെലവഴിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി പോവുക. അപ്പം വരുന്നവരെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിന്റെ പരിശുദ്ധിയെ തകർക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളിവിടെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ തിരിച്ചു പോകില്ല, ഉറപ്പാണ് നിങ്ങൾ തിരിച്ചു പോകില്ല. അപ്പം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്, ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈകിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുക, പക്ഷേ ഇതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെക്കൻഡ് പാർട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. ഈ വീഡിയോ റീച്ചിനനുസരിച്ച് മാത്രമേ ഇതിന്റെ സെക്കൻഡ് പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.